ദോഹയിലെ ഇസ്രായേലി ആക്രമണത്തിന് പിന്നാലെ ഖത്തറിന് ഐക്യദാർഢ്യവുമായി GCC രാജ്യങ്ങൾ. സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഖത്തറിന് ഉണ്ടെന്ന് വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. അതേസമയം ആക്രമണം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മാത്രം തീരുമാനമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് ഇസ്രായേലും. തിരിച്ചടിക്ക് സജ്ജരെന്ന ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ യുദ്ധഭീതിയിലാണ് പശ്ചിമേഷ്യ. സംഘർഷം രൂക്ഷമാകുമോ എന്ന ആശങ്കയാണ് ഇന്ത്യക്കുള്ളത്. ദോഹയിൽ നടത്തിയ ആക്രമണം ഇത്തവണ ലക്ഷ്യം കണ്ടില്ലെങ്കിൽ ഹമാസ് നേതാക്കളെ അടുത്ത വട്ടം വധിക്കുമെന്ന് US-ലെ ഇസ്രായേൽ അംബാസിഡർ യഹിൽ ഇഴത്തർ പറഞ്ഞു. ഇസ്രായേലിനെതിരായി ഉയരുന്ന വിമർശനങ്ങൾ അദ്ദേഹം തള്ളുകയും ചെയ്തു. ഗസയിൽ വെടിനിർത്തലിനുള്ള രാജ്യാന്തര ശ്രമങ്ങളെ ഇസ്രായേൽ തന്നെ തുരങ്കം വയ്ക്കുമെന്ന ആശങ്ക ഇതോടെ ശക്തമാവുകയായിരുന്നു. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് സൂചനയുണ്ട്. ദോഹയിലെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ പിടികൂടുമെന്നാണ് ഇന്നലെ US-ലെ ഇസ്രായേൽ അംബാസിഡർ പറഞ്ഞത്. ഇത്തവണ അവരെ കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ ഞങ്ങൾ പിടികൂടും, അദ്ദേഹം ഒരു അമേരിക്കൻ ചാനൽ പരിപാടിയിൽ അറിയിച്ചു. അതേസമയം ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന വൈറ്റ് ഹൌസ് വാദം ഖത്തർ പ്രധാനമന്ത്രി തള്ളുകയായിരുന്നു. ആക്രമണത്തിനുള്ള തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റേതാണെന്നും തന്റേതല്ലെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കുകയായിരുന്നു. ഹമാസ് ബന്ദികളെ മോചിപ്പിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെടുകയായിരുന്നു. ദോഹ ആക്രമണത്തിന് പിന്നാലെ ഖത്തർ അമീറുമായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായും ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇസ്രായേൽ സ്വീകരിക്കുന്ന കടുത്ത നിലപാട് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. അതിനിടെ ഖത്തറിന് പിന്തുണ അറിയിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ദോഹയിലെത്തിയിരുന്നു. UAEയുടെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രസിഡന്റിന്റെ സന്ദർശനം. ആക്രമണം നടന്ന് 24 മണിക്കൂറിനകം അദ്ദേഹം ഖത്തറിലെത്തിയത് മേഖലയിലെ ശ്രദ്ധേയമായ നീക്കമായി വിലയിരുത്തപ്പെടുന്നു. ഈ ഒരു വിഷയത്തിൽ UAE പ്രസിഡന്റ് നേരത്തെ ശക്തമായ നിലപാടെടുത്തിരുന്നു. രാജ്യത്തിന്റെ പരമാധികാരം, സുരക്ഷ, ജനങ്ങളുടെ സുരക്ഷ എന്നിവ സംരക്ഷിക്കാൻ ഖത്തർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും UAEയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ ഒരു ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിക്കുന്നതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനു പുറമെ ജോർദാൻ കിരീടാവകാശി ഹുസൈൻ ഇന്ന് ഖത്തറിലെത്തുമെന്ന് സൗദി അറേബ്യ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വ്യാഴാഴ്ച ദോഹയിൽ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവരുടെ സന്ദർശനങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചതല്ലാത്തതും അടിയന്തര സ്വഭാവമുള്ളതാണെന്നാണ് വിവരം. എന്തായാലും ഇസ്രായേൽ ആക്രമണത്തിൽ 5 ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടു എന്ന വിവരം ഇന്നലെ പുറത്തു വന്നിരുന്നു. അതേസമയം ഉന്നത നേതാക്കളല്ല കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് ഇന്നലെ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വീണ്ടും ഒരു തിരിച്ചടിക്ക് നീക്കം നടത്തുകയാണോ എന്നൊരു സംശയത്തിൽ തന്നെയാണ് ഖത്തർ.